നമസ്കാരം. ട്രംപിന്റെ സാമ്പത്തിക നയം തകർന്നു. വിലക്കയറ്റം ജനങ്ങളെ വലിയ ദുരിതത്തിന്റെ കയത്തിലേക്ക് യാതൊരു ദയവുമില്ലാതെ തള്ളിയിട്ടു. ഒടുവിൽ ലോക പോലീസ് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കീഴടങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമേരിക്കയിലും മറ്റു രാജ്യങ്ങൾക്കുമേലും അടിച്ചേൽപ്പിച്ച താരിഫ് ഉൾപ്പെടെയുള്ള ഭ്രാന്തൻ നയങ്ങൾ കാരണം വലിയ തിരിച്ചടിയെ നേരിടുകയാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ഉൾപ്പെടെ നിരക്കുകൾ ക്രമാതീതമായി ഉയരുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ താങ്ങാനാകാത്ത അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന് മറുപടിയായി ട്രംപ് ഒരു നിർണായക എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ച് കോഫി, ബനാന, ബീഫിന്റെ താരിഫ് എന്നിവ ഒഴിവാക്കാൻ തീരുമാനിച്ചു. വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിൽ ജനരോക്ഷം ഉയരുന്നതും തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കും പിന്നാലെയാണ് ട്രംപിന് പെട്ടെന്ന് ബോധോദയം ഉണ്ടായിരിക്കുന്നത്. താരിഫ് കടുംപിടുത്തത്തിലാണ് ട്രംപ് അയഞ്ഞു വരുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കാപ്പി, വാഴപ്പഴം, ബീഫ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളെ താരിഫുകളിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒടുവിൽ തോൽവിയുടെ രുചി അറിഞ്ഞുകൊണ്ട് ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇതൊരു ഒപ്പുവെക്കലും തീരുമാനത്തിൽ അയവ് വരുത്തലും മാത്രമായി കാണാൻ കഴിയില്ല. ഇത് ട്രംപിന്റെ പൂർണ്ണമായ സാമ്പത്തിക പരാജയത്തിന്റെ പ്രഖ്യാപനമാണ്. മുട്ടുകുത്തി തോൽവി സമ്മതിക്കുന്നതിന്റെ പ്രാരംഭ നടപടിയാണ് എന്ന് വേണം വിലയിരുത്താൻ. മുഴുവൻ അമേരിക്കയിലെ ജനങ്ങളും ഒറ്റ വാക്കിൽ, ഒറ്റ സ്വരത്തിൽ ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി ശബ്ദിക്കാൻ തുടങ്ങി. ഉപഭോക്താക്കൾ ട്രംപിനോട് ഉച്ചത്തിൽ അലറി, ട്രംപിന്റെ താരിഫ് നയം ഞങ്ങളെ തകർത്തു, ജീവിക്കാൻ പോലും പറ്റുന്നില്ല എന്ന്. അമേരിക്കയിലെ വിലക്കയറ്റം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഉയരത്തിലെത്തിക്കഴിഞ്ഞു. പൊതുജനങ്ങൾ പൊട്ടിത്തെറിച്ചു. സോഷ്യൽ മീഡിയ മുഴുവനായി ട്രംപിന്റെ ഭരണ പരാജയത്തിന്റെ ഹാഷ്ടാഗ് നിറഞ്ഞു. ജനങ്ങളുടെ ഈ അലർച്ച ട്രംപ് ഭരണകൂടത്തിന് നേരിട്ട് മുഖത്ത് അടിയായാണ് കണക്കാക്കിയത്. ട്രംപിന്റെ താരിഫ് ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഇപ്പോൾ ലോകം പറയുന്നത് ഇതൊരു നാടകമായിരുന്നു എന്നാണ്. ട്രംപ് ആടിത്തീർത്ത രാഷ്ട്രീയ നാടകം. ട്രംപ് ഒന്നാം ദിവസം പറഞ്ഞത് താരിഫ് അമേരിക്കയെ രക്ഷിക്കുമെന്നായിരുന്നു. അതേ ട്രംപ് അടുത്ത ദിവസം പിന്നെയും പ്രഖ്യാപിച്ചു, താരിഫ് പ്രശ്നമില്ല, പതിയെ ജീവിത നിലവാരം ഉയർത്തുക തന്നെ ചെയ്യുമെന്ന്. എന്നിട്ട് ഇന്ന് വിലക്കയറ്റം തടയാൻ താരിഫ് നീക്കണമെന്ന തീരുമാനത്തിലെത്തി നിൽക്കുമ്പോൾ ഈ വിരോധാഭാസം, ഈ തിരിമറികൾ, ഈ ഉത്തരവാദിത്തമില്ലാത്ത തീരുമാനങ്ങൾ, ഇതിനൊക്കെ ബലി കൊടുത്തത് ലോകത്തിന്റെ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളുടെയും ജീവിതമാണ്. വിമർശകർ തുറന്നു പറയുന്നത് ട്രംപ് തന്റെ സ്വന്തം നയത്തിൽ തന്നെ കുടുങ്ങി എന്നാണ്. അതായത് വിരിച്ച വലയിൽ ചിലന്തി തന്നെ കുടുങ്ങിയ അവസ്ഥ. മുഴുവൻ അമേരിക്കക്കാരും എന്ന് ചോദിക്കുന്നു, ജനങ്ങളോട് എന്തുകൊണ്ട്, എന്തിനെ നിങ്ങൾ ഈ ക്രൂരത കാണിച്ചു മിസ്റ്റർ ട്രംപ് എന്ന്. തിരഞ്ഞെടുപ്പ് ഫലം ട്രംപിന്റെ നെഞ്ചെടുപ്പ് കൂട്ടിയ ഒന്നായിരുന്നു. അടുത്തിടെ നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടി തകർന്നു തരിപ്പണമായി. വോട്ടർമാർ ട്രംപിന്റെ ഭരണവിരുദ്ധ നയങ്ങൾക്ക് കൊടുത്ത സന്ദേശം ഇതിലൂടെ വ്യക്തമാണ്. വിലക്കയറ്റം ഉൾപ്പെടെ അമേരിക്കയെ ഊറ്റിയെടുത്ത് നശിപ്പിച്ച ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്ന്. ട്രംപ് തിരിച്ചടി പേടിച്ച് എക്സിക്യൂട്ടീവ് ഓർഡർ അതും പെട്ടെന്ന് ഒപ്പിട്ടു. ഈ തീരുമാനം ഒരു നേതാവിന്റെ ശക്തിയുടെ അടയാളമല്ല, മറിച്ച് ഭയത്തിന്റെ അടയാളമാണ്. സാമ്പത്തിക കണക്ക് പൊളിഞ്ഞു. ട്രംപ് അമേരിക്കയെ തകർത്ത് തരിപ്പണമാക്കി. അധികാരത്തിൽ വരുമ്പോൾ ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്ക ഫസ്റ്റ് എന്നായിരുന്നു. പക്ഷെ നടന്നത് ട്രംപിന്റെ കിറുക്കുകളിൽ അമേരിക്ക ലാസ്റ്റ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. ലോകശക്തിയായ അമേരിക്ക തകർന്നു വീണു. താരിഫ് മൂലം ഇറക്കുമതി ചെലവ് കുത്തനെ ഉയർന്നു. ചെറുകിട കർഷകർ അക്ഷരാർത്ഥത്തിൽ തകർന്നു. അവശ്യ സാധനങ്ങളുടെ വില കുത്തനെ കയറി. മിഡിൽ ക്ലാസ് പൂർണ്ണമായി തളർന്നു. ഉപഭോഗം കുറഞ്ഞു. സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറകളായി. സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ട്രംപിന്റെ താരിഫ് നയം അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയത് ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയമാണ്. ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും തിരിമറികളും ട്രംപിന്റെ നേതൃത്വത്തിന്റെ സുസ്ഥിരതയെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു രാജ്യത്തെ നയിക്കുന്നത് ലോക്കൽ സെന്റിമെന്റ് നോക്കി എക്സിക്യൂട്ടീവ് ഓർഡർ ഒപ്പിടുന്നത് കൊണ്ടല്ല. ലോക വാണിജ്യ നയത്തിൽ സ്ഥിരത പുലർത്തിയ ഇന്ത്യയുടെ ഉദാഹരണം ഇപ്പോൾ ഈ അവസരത്തിൽ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. മോദിയുടെ നയങ്ങൾ, ദീർഘകാല വികസന ദർശനം, നിലപാടിൽ തുടർച്ചയും ഗ്ലോബൽ ട്രേഡിൽ കാര്യമായ വ്യക്തമായ മാർഗരേഖയും, ഇവയാണ് ഇന്ത്യയെ ലോക സമൂഹത്തിൽ വിശ്വാസ്യതയുള്ള രാജ്യമായി മാറ്റിയത്. ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത നിലപാടും മോദിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത കാഴ്ചപ്പാടും, ഇവ തമ്മിലുള്ള അന്തരം ചെറുതല്ല. അമേരിക്കയിൽ പൊതുജനം പൊട്ടിത്തെറിക്കുന്നു. അമേരിക്കൻ മീഡിയ, സാമ്പത്തിക വിദഗ്ധർ, സാധാരണ ജനങ്ങൾ
എല്ലാവരും ഒരേ ഒരു കാര്യം പറയുന്നു: ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ അമേരിക്കയെ തളർത്തുകയാണ്. ഏറെക്കുറെ എല്ലാ പോളുകളും കാണിക്കുന്നത് വിലക്കയറ്റം വലിയ രാഷ്ട്രീയ വിഷയമായി കഴിഞ്ഞു എന്നത് തന്നെയാണ്. ട്രംപിന്റെ താരിഫ് നയം ഔദ്യോഗികമായി പരാജയപ്പെട്ടു കഴിഞ്ഞു. ജനങ്ങളുടെ സമ്മർദ്ദത്തിനു മുന്നിൽ തെരഞ്ഞെടുപ്പ് ഭീതി പിന്നിൽ. ഇതിൽ വിറളി പിടിച്ച ട്രംപ് സാമ്പത്തിക അസ്ഥിരതയോടെ അമേരിക്കയെ പുതിയ വഴിത്തിരിവിലേക്ക് വീണ്ടും തള്ളിവിടുകയാണ്. അതേസമയം ലോകത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ സ്ഥിരതയുള്ള നയങ്ങൾ, വ്യക്തമായ കാഴ്ചപ്പാട്, ശക്തമായ നേതൃപാടവം എന്നിവയാൽ ഉയരുന്നത് ഇന്ത്യയും മോദി സർക്കാരുമാണെന്നാണ് അന്താരാഷ്ട്ര വിലയിരുത്തലുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല ട്രംപേ. ഇനി ഇന്ത്യക്ക് മുന്നിൽ ഇതേപോലെ മുട്ടുകുത്തി തോൽവി സമ്മതിക്കുന്ന ദിവസമാണ് വരാൻ പോകുന്നത്. കാത്തിരിക്കുകയാണ്. ട്രംപ് എന്ന ഭ്രാന്തന്റെ ഇന്ത്യക്കു നേരെ നടത്തുന്ന ജൽപ്പനങ്ങൾ മാപ്പപേക്ഷയുടെ സ്വരത്തിലേക്ക് താഴുന്ന നിമിഷത്തിനായി 140 കോടി ഇന്ത്യൻ ജനത, മോദിയുടെ ചങ്കുറപ്പിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന 140 കോടി ഇന്ത്യൻ ജനത.